ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയായി തോന്നിക്കാണും എംബാപ്പയ്ക്ക്. 2017 മുതൽ 7 വർഷം വരെ ഒരേ ടീമിന് വേണ്ടി കളിച്ചു. എന്നിട്ടും അത്രയും നാൾ UCL കിരീടം നേടാനായില്ല. എന്നാ പിന്നെ റൊണാൾഡോ റൊസാരിസ് തന്റെ കരിയർ UCL കിരീടം ഇല്ലാതെ അവസാനിപ്പിച്ചതുപോലെ ആകണ്ടല്ലോ എന്ന് കരുതി കാണും എംബാപ്പയ്ക്ക്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അതൊരു എടുത്തുചാട്ടം എന്ന് തന്നെ വേണം പറയാൻ. UCL കിരീടം നേടാൻ ഏറ്റവും മികച്ചത് എന്ന് തോന്നിയ റയൽ മാഡ്രിഡിലോട്ട് കൂട് വിട്ട് കൂട് മാറി ചേക്കേറുമ്പോൾ അപ്പോഴും നേരിട്ടതാകട്ടെ തോൽവി തന്നെ. 2025 UCL കിരീടം ചൂടിയതാകട്ടെ താൻ തള്ളിക്കളഞ്ഞ PSG-യും. കളിച്ച കോമ്പറ്റീഷനുകളിലെല്ലാം കിരീടം ചൂടി PSG ഇപ്പോൾ യൂറോപ്പിന്റെ രാജാക്കന്മാരായിരിക്കുന്നു. ആരാണ് PSG-യെ ഈ മിന്നും വിജയത്തിലേക്ക് എത്തിച്ചത്? അഷ്റഫ് ഹക്കീമി പറയുന്നു, ലൂയിസ് എൻറിക് ടീമിന്റെ മെന്റാലിറ്റി അടപടലം മാറ്റിയതാണെന്ന്. ശരിയാണ്. വിജയമെന്ന തന്റെ ദൃഢനിശ്ചയം ലൂയിസ് എൻറിക് PSG-ക്ക് 2025 UCL കിരീടം നേടിക്കൊടുത്തു. ഒരുപാട് സൂപ്പർ താരങ്ങളെ വൻ തുകയ്ക്ക് ടീമിലെത്തിച്ച കാലഘട്ടത്തിൽ പോലും നേടാനാകാത്ത കിരീട നേട്ടമാണ് മികച്ച പരിശീലകനിലൂടെ PSG നേടിയത്. 2020 ഫൈനലിൽ നിരാശനായി നെയ്മർ മടങ്ങുമ്പോൾ ആരാധകർക്ക് തോന്നിയിരുന്നു ഇനി എന്ന് നമ്മൾ നേടും. 2021 ഏറെ പൊരുതിയെങ്കിലും നേരിട്ടത് നിരാശ തന്നെ. തുടർന്നുള്ള സീസണിലും അവസ്ഥ ഇതുതന്നെ. പിന്നീട് ലൂയിസ് എൻറിക് വന്നതോടെ നെയ്മറിന്റെയും മെസ്സിയുടെയും ഒഴിഞ്ഞുപോക്കായിരുന്നു. മെസ്സിയും എംബാപ്പയും എല്ലാം കളമൊഴിഞ്ഞുപോയി. ഒടുവിൽ PSG നേടിയതാകട്ടെ UCL കിരീടവും. ഒരേ മനസ്സോടെ ഒത്തൊരുമിച്ച് കൈയും മെയ്യും മറന്ന് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ തയ്യാറാകുന്ന താരങ്ങളും അവരെ വജ്രായുധം എന്ന പോലെ പ്രയോഗിക്കാൻ അറിയുന്ന പരിശീലിപ്പിക്കുന്ന പരിശീലകനുണ്ടെങ്കിൽ ഏത് കിരീടവും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും.